എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കഥ ഒരു തോറ്റ സമരത്തിൻ്റെ കഥയാണ്. ജയിച്ച സമരങ്ങൾ പോലെ തന്നെ തോറ്റ സമരങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ടാകുമല്ലോ. അന്ന് ചാരായ ഷാപ്പുകൾ നിർത്തൽ ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്താണ് എങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിൽ 5-ാം കല്ലിൽ ഒരു ബാറ് തുടങ്ങാൻ പോകുന്നു. അതിനായിട്ടുള്ള ഒരു യോഗം വിളിക്കുന്നു, അതിനെതിരായിട്ടുള്ള ഒരു യോഗം. അങ്ങനെ അറിയിപ്പ് കിട്ടിയപ്പോൾ എന്തായാലും പോകണം എന്ന് തന്നെ തീരുമാനിച്ചു. കാരണം ഒരു ഗ്രാമത്തിൻ്റെ സാമ്പത്തികവും അതുപോലെ തന്നെ സാംസ്കാരികവുമായ തലങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ അത് ഗുണകരമായ മാറ്റങ്ങളായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പോകണമെന്ന് തീരുമാനിച്ചു. ആമുഖമായി പറയട്ടെ, എൻ്റെ ആരോഗ്യം വളരെ മോശമായ അവസ്ഥയായിരുന്നു. അന്ന് ചികിത്സയോട് ബന്ധപ്പെട്ട് തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെൻറ്ററിൽ 4 ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം അവർ നിശ്ചയിച്ചത് ഒരു സ്പൈനൽ ഓപ്പറേഷനാണ്. ഈ സ്പൈനൽ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ പകുതിയെ പ്രതീക്ഷയുള്ളൂ. മാത്രവുമല്ല, ഓപ്പറേഷൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ മാക്സിമം 2 വർഷമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നുള്ളൊരു ഭീഷണി. അപ്പോൾ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നൊരു സമയത്തായിരുന്നു ഈ സംഭവം. എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു. 5-ാം കല്ലിൽ കുറേ പേർ വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ സംഘാടകർ പ്രധാനമായും എങ്ങണ്ടിയൂർ പുളിഞ്ചോട്ടിലുള്ള കേരള വായനശാലയും അതുപോലെ തന്നെ PYCയും പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുമെല്ലാം തോന്നുന്നു. മറ്റു പല സംഘടനകളെയും കണ്ടു. അന്ന് ഏറ്റവും പ്രധാനമായി സംസാരിച്ചത് TN പ്രതാപനായിരുന്നു. അന്ന് അദ്ദേഹം MLA MP ഒന്നും ആയിരുന്നില്ല. ഒരു കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ, അതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ എല്ലാം സഹയാത്രികനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ സമഗ്രമായി ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചെല്ലാം സംസാരിച്ചു. ശേഷം കൂടിയിരുന്നവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ആരായുകയായിരുന്നു. ഈ അഭിപ്രായങ്ങളിലേക്ക് കടന്നപ്പോൾ എല്ലാവരിലും ഒരേ ഒരു അഭിപ്രായം തന്നെ. ആരോ തുടക്കം കുറിച്ചത് ഈ ബാറിൻ്റെ ഉടമകൾ സമരക്കാരെ നേരിടുന്ന രീതികൾ, കായികമായി നേരിടുന്ന രീതികളും അതിൻ്റെ ഒരു ഭയാശങ്ക പരത്തുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ, അത് തുടർന്നു പോയപ്പോൾ ഈ സമരത്തിൽ നിന്ന് ആളുകൾ തന്നെ പിന്തിരിഞ്ഞു പോകുമോ എന്നൊരു സംശയം എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാനതിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചത്. നമ്മൾ ഒരു സഹന സമരത്തിൽ, അതും നിയമത്തിൽ ഇതിൻ്റെ പരിധിക്ക് അകത്തു നിന്നുകൊണ്ടുള്ള സമരമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള മാന്യതയോടുകൂടി തന്നെയാണ് അവർ ചെറുത്ത് നിൽക്കേണ്ടത്. അല്ലാത്തൊരു രീതി എന്ന് പറയുന്നത് അത് ഭീരുക്കളുടേതാണെന്നും അതിനെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അതായത് സത്യത്തിൻ്റെയും അതുപോലെ തന്നെ നിയമത്തിൻ്റെയും അതിൻ്റെ അകത്തു നിന്നുകൊണ്ട് സമരം ചെയ്യുന്ന നമ്മളെ അവരാണ് ഭയപ്പെടേണ്ടത്. അങ്ങനെ ആ ചർച്ച വഴിമാറി ഏകദേശം അതോടുകൂടി ക്ലോസ് ചെയ്യുന്നു ചർച്ച എന്ന് തോന്നുന്നു. പിന്നീട് തിരഞ്ഞെടുപ്പായപ്പോൾ ആദ്യം തന്നെ ചെയർമാനെയാണ് നിശ്ചയിച്ചത്. ചെയർമാനെ നിശ്ചയിച്ചപ്പോൾ ആരാണെന്നറിയില്ല, എൻ്റെ പേരാണ് പറഞ്ഞത്. മറ്റാരോ പിന്താങ്ങുകയും ചെയ്തു. തുടർന്ന് കൺവീനർ രാധാകൃഷ്ണൻ പുളിഞ്ചോട്, പിന്നെ തുടർന്ന് കമ്മിറ്റി അംഗങ്ങളും അതുപോലെ ജോയിൻറ്റ് കൺവീനർ, വൈസ് പ്രസിഡന്റ് എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. കാരണം ഞാൻ തികച്ചും ഈ മേഖലയിൽ അപരിചിതനാണ്. സമരമേഖലയിൽ ശേഷം നാട്ടിൽ വന്നിട്ട് അധികം കാലമായില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകർക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും ആരെല്ലാമാണ് ഇതിൻ്റെ ഭാരവാഹിത്വം വഹിക്കേണ്ടത്. ഇത് യാദൃശ്യമായി വന്ന ഒരാളെ ഇത് ഏൽപ്പിക്കുമ്പോൾ അത് അത്ര ശരിയാകുമോ എന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറയാം, എന്നേക്കാൾ പ്രാപ്തിയുള്ള ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ വളരെ സജീവമായി മുന്നോട്ട് വരണം. യാതൊരു ജാള്യതയ്ക്കും ഇതിൽ ഇടമില്ല. അങ്ങനെ ഞങ്ങൾ ഐക്യകണ്ഠേനയാണ് അത് തീരുമാനമെടുത്തത്. ശരി, അടുത്ത ദിവസം തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പൊതുയോഗം സംഘടിപ്പിക്കുന്നു. അതിന് ഏറ്റവും പ്രധാനം വളരെ
ഊർജ്ജസ്വലനായിട്ടൊരു ഒരു കൺവീനറായിരുന്നു രാധാകൃഷ്ണൻ പണിക്കർ. നല്ല സത്യസന്ധതയുള്ള മനുഷ്യൻ, വളരെ സ്നേഹത്തോടു കൂടി ആരോടും പെരുമാറാൻ പ്രാപ്തിയുള്ള ഒരു മനുഷ്യൻ, വളരെ ഊർജ്ജസ്വലനായ മനുഷ്യൻ. അദ്ദേഹം, ഞങ്ങൾക്കന്ന് വാഹനം ഒന്നും ഉണ്ടായിരുന്നില്ല. എവിടുന്നോ ആരുടെയെല്ലാം വാഹനവുമായി അദ്ദേഹം വരും. ഞങ്ങൾ രണ്ടുപേരും കൂടി അതിനുള്ള പ്രചാരണ പരിപാടികൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പരിപാടികൾ, അതുപോലെ തന്നെ ദളിത് മേഖലയിൽ സ്ത്രീകളുമായുള്ള സംഭാഷണം, അങ്ങനെ വളരെ ഒരു സപ്പോർട്ട്, ബാഹ്യമായിട്ടുള്ള വലിയൊരു ഒരു സപ്പോർട്ട് നമുക്ക് രൂപം കൊണ്ടിരുന്നു. പൊതുയോഗം ഈ സംഘടനയിൽ ഇപ്പോൾ കമ്മിറ്റിയിൽ ആരെല്ലാം ആയിരുന്നു എന്ന് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. വർഷങ്ങൾ കുറേ കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ അതിൻ്റെ നേതൃതലത്തിലുണ്ടായിരുന്നത് അത് PT ഹനീഫ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രേമേന്ദ്രൻ പുതൂർ, E രണദേവ്, സത്യൻ പഴയടത്ത്, പ്രബിൻ, അതുപോലെ ദിലീപ് കുണ്ടർപ്പശ്ശേരി, പാട്ടാളി അശോകൻ, കൃഷ്ണകുമാർ, റഹ്മാൻ സെട്ട്, NH മുഹമ്മദ് ഹാജി, PT ഹനീഫയുടെ ഭാര്യ, ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല, അതുപോലെ ഗോമതേച്ചിയുടെ ഭർത്താവ് സിദ്ധേട്ടൻ, ഒട്ടനവധി പേർ ഉണ്ടായിരുന്നു, പേരുകൾ മുഴുവൻ ഓർക്കുന്നില്ല. അങ്ങനെ എല്ലാവരും വളരെ സജീവമായി തന്നെ പ്രവർത്തന മേഖലയിൽ മധു ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രവർത്തനങ്ങൾ, പൊതുയോഗങ്ങൾ, അതുപോലെ തന്നെ ഇത്തരം പ്രചരണ പരിപാടികൾ എല്ലാമായി വളരെ സജീവമായി പോയിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് പല ഭാഗത്തു നിന്നുമുള്ള എനിക്ക് ഏറെ പ്രതീക്ഷ ഉണ്ടാക്കിയ ചില കാര്യങ്ങൾ, എൻ്റെ ഒരു അമ്മായിയുടെ മകൾ ലീലച്ചി, കാണത്ത് വാസുദേവൻ്റെ സഹോദരിയാണ്. അദ്ദേഹം എവിടുന്നോ ഇത് കേട്ടറിഞ്ഞ് ഈ എൻ്റെ ഫോൺ നമ്പറെല്ലാം തപ്പി കണ്ടെത്തി വിളിച്ചിരിക്കുന്നു. തമ്പി മോനെ, നമ്മുടെ മാമന്മാരുടെ പാരമ്പര്യം നിലനിർത്താൻ ആരെങ്കിലും ഉണ്ടായല്ലോ. എനിക്കറിയില്ല ഇവരുടെ പാരമ്പര്യം. എൻ്റെ അച്ഛൻ ഇപ്പോൾ മരിച്ചിട്ട് 70ാമത്തെ വർഷമാണ് അടുത്ത വിഷുവിനാവുന്നത്. അപ്പോൾ ഞങ്ങൾ വളരെ കൊച്ചിലെ മരണപ്പെട്ടിരിക്കുന്നു. എനിക്ക് വലിയൊരു നമ്മുടെ പുറകിൽ നിന്ന് നമ്മളുടെ ശരി അന്വേഷിക്കുന്ന ആളുകൾ, നമ്മുടെ വേണ്ടപ്പെട്ടവരുണ്ടല്ലോ എന്നുള്ള വലിയൊരു പ്രതീക്ഷ അതിലുണ്ടായിരുന്നു. വളരെ സജീവമായി പ്രവർത്തനങ്ങളുമായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാറിൻ്റെ ഉടനെ ഒന്നും ഉണ്ടാകില്ല എന്നൊരു പ്രചരണം ഉണ്ടാവുകയും, ഇതേ സമയത്ത് തന്നെ നമ്മുടെ കൺവീനർ ജോലി സംബന്ധമായ ഒരു യാത്ര വിദേശത്തേക്കാണെന്ന്, അതുകൂടി സംഭവിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു സ്തംഭനം തന്നെയാണ് പിന്നീട് പ്രവർത്തനത്തിലുണ്ടായത്. പിന്നെ അടുത്തൊന്നും വരികില്ല എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ സമയത്ത് പോലും അന്ന് ഓരോ യോഗങ്ങളിലും പങ്കെടുക്കുമ്പോൾ NH മുഹമ്മദ് ഹാജിയെ പോലുള്ള മനുഷ്യരെ പരിചയപ്പെടുമ്പോൾ എത്ര നല്ല മനുഷ്യരാണ് അവർ. ഏത് രാഷ്ട്രീയക്കാരാവട്ടെ, ഏത് മതക്കാരാവട്ടെ, നല്ല മനുഷ്യർ. അതുപോലെ രാധാകൃഷ്ണൻ പുളിഞ്ചോട്, നല്ല മനുഷ്യരാണ് അവർ. പാർട്ടി ഏതുകൊണ്ട് നല്ല മനുഷ്യർ എല്ലാ പാർട്ടിയിലും വന്നിരുന്നെങ്കിൽ എന്ന് പോലും ആഗ്രഹിച്ച് പോയി. അത്രയും പ്രതീക്ഷയുണ്ടായിരുന്നു ഈ കൂട്ടായ്മയിൽ. ഒരുപാട് പേരെ, അതുപോലെ പുളിഞ്ചോടിലെ കേരള വായനശാല അന്ന് ഇതിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. പലരുമായി പരിചയപ്പെട്ടു. നമ്മുടെ നെടിയടുത്ത രാഘവൻ്റെ മകൻ സുധനെയെല്ലാം പരിചയപ്പെടുന്ന അവിടെ വെച്ചാണ്. ഇതിനു മുൻപ് കാണുക പോലും ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി പേരെ കാണുവാനും പരിചയപ്പെടുവാനും എല്ലാം ഇടവന്നത് ഈ ഒരു സാഹചര്യത്തിൽ. ആ ദിവസങ്ങളെല്ലാം വളരെ നല്ല ദിനങ്ങളായി ഞാൻ ഓർക്കുന്നു. പൊതുയോഗങ്ങളെല്ലാം ഉള്ള ദിവസങ്ങളിൽ എൻ്റെ സഹധർമ്മിണിയും സ്കൂൾ വിട്ട് വരുമ്പോൾ അവിടെ ഇറങ്ങും. വളരെ സന്തോഷത്തോടു കൂടി, എൻ്റെ ആയുസ്സിന് വലിയ സമയം കൽപ്പിച്ച സമയമായിരുന്നല്ലോ, വളരെ കുറച്ച് കാലമേ 2 വർഷം ഉണ്ടാകുള്ളൂ എന്നൊരു ഭീഷണി നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ തിരിച്ചു പോകാറ് പലപ്പോഴും യോഗമെല്ലാം കഴിഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഒരു രാത്രി വിളിച്ചു പറഞ്ഞു, അങ്ങനെ ഈ ബാർ വരാൻ പോകുന്ന സ്ഥാപനത്തിൻ്റെ പുറകിൽ ബാറിൻ്റെ ബോർഡ് വന്നിരിക്കുന്നു. ബോർഡ് വരിക എന്ന് പറഞ്ഞാൽ സ്ഥാപനം തുടങ്ങുക എന്നുള്ളത് തന്നെയാണല്ലോ. പിറ്റന്നാൾ ഉദ്ഘാടനം. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ നേടിയെടുത്തത് ഒരേ താലൂക്കിൽ ഉള്ള ഒരു ലൈസൻസ് ഇങ്ങോട്ട് മാറ്റാനുള്ള ഒരു
നിയമം അനുകൂലമായി വന്നെന്നാണ് അറിയുന്നത്. അത് തൃപ്രയാറുള്ള ഒരു ബാറിൻ്റെ ലൈസൻസ് വെച്ചാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു ബോർഡെല്ലാം പ്രതിഷേധ ബോർഡെല്ലാം എഴുതി വെച്ച് ദുഃഖത്തോടു കൂടി തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. നേരം വെളുത്തപ്പോഴാണ് സ്കൂളിൽ പോകേണ്ട സമയം. എൻ്റെ മകൾ സ്കൂളിൽ പോകുന്ന സമയം കാലമായിരുന്നു. അവൾ പറഞ്ഞു, ഞാനിന്ന് സ്കൂളിൽ പോകുന്നില്ല. ഞാൻ ആ ബാറിൻ്റെ മുന്നിൽ ഒരു ബോർഡ് എഴുതി വെച്ചു, ഇത് നമ്മുടെ ഗ്രാമത്ത് വേണ്ട, ഇത് അനീതിയാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞു, ഒരു സമരം നടക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ 200 മീറ്റർ ദൂരെ സമരം ചെയ്യാൻ അനുവാദമുണ്ടായിരിക്കുള്ളൂ. അതെല്ലാം ഒരു നേടി എടുത്തിട്ടുണ്ടായിരിക്കും പോലീസിൽ നിന്ന്. അവളവിടെ ഇരിക്കാൻ പോലും അനുവദിക്കില്ല. അങ്ങനെ അവളെ ഇതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ യഥാർത്ഥത്തിൽ ആ സമരം തോൽക്കുകയാണ് ഉണ്ടായത്. എങ്കിൽ തന്നെ ഇന്നിപ്പോൾ ആലോചിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒട്ടനവധി പേർ ഇല്ല. സത്യൻ പഴയടത്തില്ല, അതുപോലെ തന്നെ പാട്ടാളി അശോകൻ, കൊണ്ടർപ്പശ്ശേരി ദിലീപ്, PT ഹനീഫ, റഹ്മാൻ സേട്ട്, NH മുഹമ്മദ് ഹാജി, സിദ്ധേട്ടൻ, അതിൽ സജീവമായി പങ്കെടുത്ത പലരും ഇന്ന് ഈ ഭൂമുഖത്ത് തന്നെ ഇല്ല. ഇന്നും ഓർക്കുമ്പോൾ, കാരണം ഇന്ന് ഏകദേശം അന്നത്തേതിൽ എത്രയോ വ്യത്യാസം. അതായത് മദ്യത്തിലും അതുപോലെ തന്നെ മയക്കുമരുന്നിലും നമ്മുടെ ഗ്രാമങ്ങളും പട്ടണങ്ങളും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഫുൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള വലിയൊരു ജനത നമ്മുടെ നാട്ടിൽ രൂപം കൊണ്ടുപോകുക, അന്നത്തേക്കാളും എത്രയോ ഇരട്ടി. അതിനെല്ലാം ഇതിലുകൂടി പങ്കുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഒപ്പം നിന്ന, പലപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ, ഒപ്പം നിന്ന ഇന്ന് ജീവനോടെ ഇല്ലാത്തവർ, അവർ എവിടെയോ നിന്ന് വിളിച്ചു പറയുന്ന പോലെ പലപ്പോഴും തോന്നും, നമ്മൾ പറഞ്ഞത് ശരിയായിരുന്നു തമ്പി, നമ്മൾ ശരിയായിരുന്നു, കണ്ടില്ലേ എവിടേക്കാണ് ഈ പോകുന്നത്, നമ്മൾ ശരിയായിരുന്നു. ആ സമയത്ത് അങ്ങനെ ചിന്ത അവരിലേക്കെല്ലാം തിരിയുമ്പോഴാണ് നമ്മൾ തോറ്റോ, എൻ്റെ മകളിലേക്ക്, കിളന്ത് മനസ്സിലേക്ക് ആ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞത് അത് ഒരു വിജയമായിരുന്നില്ലേ. ചിന്തിക്കുമ്പോൾ ഞങ്ങൾ വിലയിരുത്തുമ്പോൾ തോറ്റു എന്ന് തോന്നുമ്പോഴും ഞങ്ങൾ അന്ന് ചെയ്തത് ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും ഉറച്ച വിശ്വാസം. സമരസമിതിയുടെ കൺവീനർ രാധാകൃഷ്ണൻ പുളിഞ്ഞൂരിൻ്റെ അച്ഛൻ ഞങ്ങളുടെ സമരം തോറ്റതിന് ശേഷം അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം മദ്യപിക്കുന്ന ആളാണ്. ഈ ബാറിൻ്റെ വളരെ അടുത്ത് 4-5 വീടപ്പുറത്ത് ആണ് ആൾ താമസം. ആൾ പറഞ്ഞു, എൻ്റെ മകൻ സമരം ചെയ്ത് പരാജയപ്പെട്ട ഈ ബാറിൽ നിന്ന് ഞാൻ കുടിക്കില്ല. അതൊരു പ്രതിജ്ഞയായിരുന്നു. മരിക്കും വരെ അദ്ദേഹം ആ ബാറിൽ നിന്ന് മദ്യപിച്ചില്ല. അദ്ദേഹത്തെയും ഈ സമയത്ത് ഉള്ളാലെ സ്മരിക്കുകയാണ്. കാരണം ഞങ്ങൾക്കൊപ്പം കഴിയാവുന്ന രീതിയിലെങ്കിലും സഹകരിച്ച മനുഷ്യനാണ് അദ്ദേഹം. അന്ന് കൂടെ ഉണ്ടായിരുന്നവരും ഇന്ന് ജീവനോടെ ഇല്ലാത്തവരുമായ മുഴുവൻ സമര പ്രവർത്തകർക്കും സമരയോദ്ധാക്കൾക്കും വേണ്ടി ഈ കഥ ഞാൻ സമർപ്പിക്കുകയാണ്. ഒരു തോറ്റ സമരത്തിൻ്റെ കഥ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.